ഇപ്പൊ ടോപ്പ് ഫോമിൽ നിൽക്കുന്നത് റൈവൽസ് ആയിട്ട് RCB ഉണ്ട്, SRH കിടക്കുന്നുണ്ട്, പിന്നെ ഏറ്റവും ടോപ്പില് GT കയറി പോയിട്ടുണ്ട്. GT കയറി പോകുന്ന പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചെന്നൈയിൽ ഇപ്പൊ കറന്റ് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാ? ഉറപ്പാണ്. ഇനി ഒരു ഫൈനൽ വരികയാണെന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് ആരോടൊപ്പം ഫൈനലിന് വരണം? പറയുകയാണെങ്കിൽ RRന്റെ ഒപ്പം വരണം. RRനൊപ്പം വരണം. കാരണം റിയാൻ പരാഗ് സഞ്ജുവിനെ കുറെ തള്ളിയൊക്കെ പറഞ്ഞാല് അവരുടെ ഒപ്പം വന്നവര് ജയിച്ചാ കൊള്ളാം. ധോണി ഉള്ളപ്പം പിന്നെ പേടിക്കാവുന്നില്ലല്ലോ. ബേക്കില് സ്റ്റെമ്പിന്റെ ബേക്കിൽ ഒരാളുണ്ടായിരുന്നു. ഇപ്പം ധോണി ഇല്ലാത്തപ്പം അതിനെ കവർ ചെയ്യാനായിട്ട് സഞ്ജു അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. സഞ്ജു രാജസ്ഥാനിൽ ഇരുന്നപ്പം രാജസ്ഥാൻ ടീമിനെ ഇത്രയും ഗ്രോത്ത് കൊണ്ടുവന്ന സഞ്ജുവാണ്. അപ്പോൾ അത് ചെന്നൈയിൽ വന്നപ്പം ഒരു ധോണി പോലെയാണ് ഇപ്പോൾ സഞ്ജു. നമ്മുടെ ഇളയ തലപതി വിജയ് ജയിച്ചതുപോലെ കപ്പ് കിട്ടണമെന്ന് ചെന്നൈ. ഇനിയിപ്പോൾ ഫൈനൽസിലേക്ക് വരുന്ന സമയത്ത് RCB ഫൈനൽസിൽ കയറുമ്പോൾ ഓപ്പണന്റ് ആരാവണമെന്ന് ആഗ്രഹം? ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട് റിവെഞ്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഹൈദരാബാദിന് ഇപ്പൊ സഞ്ജു ഫാൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ RRന്റെ ഒരു ചായ ഉണ്ടായിരുന്നു മുന്നേ. സഞ്ജു ഫാനല്ലേ? അത് ശരി. CSK ഇല്ലെങ്കിൽ RR ആയിരുന്നു. ഇപ്പൊ ആളോടെ വന്നപ്പോ എന്താ പേര്? IPL ഫാൻ അല്ലേ? ഏത് ടീമിന്റെ ഫാനാന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചെന്നൈ ഫാനാണ്. ചെന്നൈ ഇപ്പൊ 6th പൊസിഷനിലാണ് പോയിന്റ് ടേബിൾസിൽ. 5th എത്തി. ചെന്നൈ 4th കയറൂ? അതെ. നമുക്കിനി എത്ര മാച്ച് ഉണ്ട്? 3 മാച്ചസ് ബാക്കിയുണ്ടല്ലേ? എല്ലാം ജയിച്ചാലും കയറും, 2 ജയിച്ചാലും സാധ്യതയുണ്ട്. ഇപ്പൊ ടോപ്പ് ഫോമിൽ നിൽക്കുന്നത് റൈവൽസ് ആയിട്ട് RCB ഉണ്ട്, SRH കിടക്കുന്നുണ്ട്, പിന്നെ ഏറ്റവും ടോപ്പില് GT കയറി പോയിട്ടുണ്ട്. GT കയറി പോകുന്ന പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ രാജസ്ഥാൻ 4 കയറുമെന്ന് വിചാരിച്ചു. പക്ഷെ രാജസ്ഥാൻ 4 കളി അടുപ്പിച്ച് പൊട്ടി. ആ പഞ്ചാബിനെ ജയിച്ചതിന് ശേഷം പിന്നെ അവര് കളിക്കുന്നില്ല. പഞ്ചാബിന്റെ അവസ്ഥയോ? പഞ്ചാബും നേരത്തെ നല്ലോണം കളിച്ച് കയറി. ഞാൻ വിചാരിച്ചു അവര് ഈ പ്രാവശ്യം കളിക്കുന്നു, പക്ഷെ അവരും കുറഞ്ഞു പോയി. അതെ. വേറൊരാൾ കൂടെ ഉണ്ട്, DC. DC കളിച്ചോണ്ടിരുന്ന 265 റൺസ് എടുത്താ പിന്നെ പൊട്ടിപ്പോയി. RCB നല്ല കോമ്പറ്റീറ്ററാ അല്ലേ? ഇത്തവണ അവർക്ക് കപ്പിന് ചാൻസ് ഉണ്ടോ? മിക്കവാറും ഉണ്ടാവും. അവര് തന്നെ എടുക്കുന്ന അല്ലെങ്കിൽ ചെന്നൈ എടുക്കും. അല്ലെങ്കിൽ ചെന്നൈയാണ്. ചെന്നൈ എടുക്കണം. ഇതിനിടയിൽ SRH ഉണ്ട്. SRH എനിക്ക് അറിയില്ല. നല്ല ഫോം. ഇപ്പൊ മാച്ച് നല്ല ഫോമിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? പക്ഷെ ഇന്നലെ 89 അത് ജയോ 80 റൺസിന്റെ അടുത്ത് ജയിച്ചവര്. RRക്കാർക്ക് കയറിപ്പോയി. നെറ്റ് റൺ റേറ്റ് ഒക്കെ നെറ്റ് റൺ റേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് കയറിപ്പോയില്ലേ ഭയങ്കരമായിട്ട്. ഇനി ഇപ്പൊ ചെന്നൈയുടെ കാര്യം പറഞ്ഞോണ്ട്, ചെന്നൈയിൽ ഇപ്പൊ കറന്റ് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാ? ഉറപ്പാണ്. ബോളറോ? ബോളറ് അഖിലാണോ, നൂറാണോ, ഓവർടൺ ആണോ? കാംബോജ് അണ്ടർ റേറ്റഡ് ആണോ? അല്ലേ? നല്ല പർപ്പിൾ ക്യാപ്പിനാണെന്നുണ്ടെങ്കിൽ അഖിലിനെ ഇഷ്ടമാണ്. ഓക്കെ. ഇനി ഒരു ഫൈനൽ വരികയാണെന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് ആരോടൊപ്പം ഫൈനലിന് വരണം? പറയുകയാണെങ്കിൽ RRന്റെ ഒപ്പം വരണം. RRനൊപ്പം വരണം. കാരണം റിയാൻ പരാഗ് സഞ്ജുവിനെ കുറെ തള്ളിയൊക്കെ പറഞ്ഞാല് അവരുടെ ഒപ്പം വന്നവര് ജയിച്ചാ കൊള്ളാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഫസ്റ്റ് മാച്ചും ലാസ്റ്റ് മാച്ചും RRന്റെ ഒപ്പം ആവും ചെന്നൈക്ക്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൂടെ ഉണ്ട് ഒരു പ്രത്യേകത. വേറെ ടീമിൽ ഇപ്പോ സഞ്ജുവിനാണ് ഇഷ്ടം. ഇതില് വേറെ ടീമുകളിൽ ഇഷ്ടമുള്ള പ്ലേയേഴ്സ് ഉണ്ടോ? ഇപ്പൊ SRH നോക്കുകയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? അഭിഷേക് ഉണ്ട്, ഇഷാൻ ഉണ്ട്, അങ്ങനെ ആരെങ്കിലും സ്പെഷ്യൽ ഇഷ്ടമുണ്ടോ? ഈ പുതിയതായിട്ട് വന്ന ഹക്കീം ഹുസൈൻ ഇല്ലേ? ഹക്കീം ഉണ്ട്, അവന് ഇഷ്ടം. പിന്നെ പ്രാഫുൽ ഇല്ലേ? പിന്നെ പ്രിൻസ് യാദവ് നല്ല ബോളറല്ലേ, അടിപൊളി. വിരാട് കോഹ്ലിന്റെ വിക്കറ്റ് അതാണ് കൂടുതൽ ഇഷ്ടം. ഇൻസിംഗ് കയറിപ്പോയത്. നമ്മൾ പോയിന്റ് ടേബിൾസിന്റെ കാര്യം പറഞ്ഞില്ലേ, 4 പേരും ബോളുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിന് 4 പേരിൽ ഏറ്റവും ആദ്യം വരണ്ടിരുന്ന ഒരാളുണ്ട്, ഒരു ടീം. ആരാന്നറിയോ? പഞ്ചാബാണ്. അല്ലല്ല, അവരിപ്പോ ഏറ്റവും അടിയില്ല. ഭയങ്കര വലിയ ടീമാ. മുംബൈയുടെ കാര്യം ആരും പറയുന്നില്ല. മുംബൈന് ഇഷ്ടമാണ്. മുംബൈയിൽ ആരാ ഇഷ്ടം? രോഹിത്തിനെ ഇഷ്ടം. രോഹിത് ലാസ്റ്റ് മാച്ച് വന്നിരുന്നു, പക്ഷേ തോറ്റുപോയി. ലാസ്റ്റ് ഓവർ തോറ്റുപോയി. അപ്പൊ ഇത്തവണ ചെന്നൈക്ക് തന്നെയാണ് ആഗ്രഹം, സാധ്യത കൂടുതൽ. ചെന്നൈക്ക് തന്നെയാണ് കിട്ടേണ്ട. അല്ലെങ്കിൽ കിട്ടേണ്ടത് പഞ്ചാബിന് കിട്ടിക്കോട്ടെ. പക്ഷെ പഞ്ചാബിന് ഇല്ലല്ലോ, ചാൻസ് ഇല്ല. പഞ്ചാബിന് ചാൻസ് ഇല്ലെന്നല്ല, ചിലപ്പോ അവര് മര്യാദ കളിക്കുവാണെങ്കിൽ അവർക്ക് കളിക്കാം. അതില്ലല്ലോ, നേരത്തെ പോലെ കളിച്ചാ പോരെ.
എനിക്ക് പിന്നെ വൈഭവിന് ഇഷ്ടം, വൈഭവിന് ഇഷ്ടം. പക്ഷെ എനിക്ക് റിയാൻ പരാഗിന് ഇഷ്ടം. ഇഷ്ടമല്ലാത്തോണ്ട് RR തോൽക്കണം എന്നാണ്. തോൽക്കണമെന്നുണ്ട്. ഓക്കെ, നല്ലോണം മാച്ച് കാണുന്ന ആളാ അപ്പൊ. ഓക്കെ, താങ്ക്സ് മോനെ. ഹായ് ബ്രോ. ഹായ്, എന്താ പേര്? മനോജ്. IPL ഫാനാണോ? IPL ഫാനാണ്. ഏത് ടീമിന്റെ ഫാനാണ്? CSK. CSKയുടെ ഫാനാണ്. CSK. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, CSK പ്ലേ ഓഫിൽ ഉള്ളിൽ കയറാൻ സാധ്യത ഉണ്ടോ? കമ്മിങ് നോക്കിയപ്പം ഇപ്പം അവരൊരു കണ്ടിന്യൂസ് ആയിട്ട് നല്ലൊരു ഗെയിമിംഗ് ആണ്. ടീം കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. അതെ, അത് വെച്ച് നോക്കിയപ്പം മാക്സിമം കപ്പടിക്കാൻ ചാൻസ് ഉണ്ട്. അതെ, തൊട്ട് ബാക്കിലാണ്, 5ാമത്തെ പൊസിഷനിലാണ്. സ്റ്റാറ്റിസ്റ്റിക് പ്രകാരം അടുത്ത 3 മാച്ചുകൾ ജയിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഉള്ളിൽ കയറുന്നുള്ളതാണ്. ഓക്കെ, ഐ തിങ്ക് 2 മാച്ച് ജയിച്ചാലും ചാൻസ് കൂടുതലുണ്ട്. അതെ, ബട്ട് നോക്കാം. ബട്ട് എൻ്റെ ഒരു ഇതിൽ കോൺഫിഡൻ്റ് ആയിരിക്കുന്നു കപ്പടിക്കും. ചെന്നൈയുടെ ഫാനിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാ ചെന്നൈയിൽ? റൈന തന്നെ. അങ്ങനെയാണ് ഞാൻ മെയിനായിട്ട് ചെന്നൈ. റൈന തന്നെ എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ നോക്കി ധോണി ടീമാണ്. തല ചിഹ്നത്തിൽ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇരിക്കുന്ന ടീമിൽ ഋതു, അതിന് സഞ്ജു വേറെ വന്നപ്പം പിന്നെ ഭയങ്കര ഇതായി. അതെ, ഋതുവിനെ കുറിച്ച് ചോദിക്കുമ്പോഴേ, ഋതു കുറച്ച് ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്യൂ മാച്ചസിൽ. ലൈക്ക് ക്യാപ്റ്റൻസി മോശമാണ്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഏറ്റിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ ധോണി ഉള്ളപ്പം പിന്നെ പേടിക്കാൻ വന്നില്ലല്ലോ. ബേക്കിൽ സ്റ്റെമ്പിൻ്റെ ബേക്കിൽ ഒരാളുണ്ടായിരുന്നു. ഇപ്പം ധോണി ഇല്ലാത്തപ്പം അതിനെ കവർ ചെയ്യാനായിട്ട് സഞ്ജു അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. സഞ്ജു രാജസ്ഥാനിൽ ഇരുന്നപ്പം രാജസ്ഥാൻ ടീമിനെ ഇത്രയും ഗ്രോത്ത് കൊണ്ടുവന്ന സഞ്ജുവാണ്. അപ്പോൾ അത് ചെന്നൈയിൽ വന്നപ്പം ഒരു ധോണി പോലെയാണ് ഇപ്പോൾ സഞ്ജു. ലൈക്ക് ഇപ്പോൾ 2020 ക്യാപ്റ്റൻ കൂടെ സഞ്ജു ചാൻസ് ഒരു 80% സഞ്ജു ആണ്. ശ്രേയസും സഞ്ജുവിന് ഇടയിലുള്ള ഒരു കോമ്പറ്റീഷൻ മാക്സിമം സഞ്ജു ആകും. അതെ, ഈ IPLന്റെ സ്കോറ് വരുന്ന ഇപ്പോൾ ഈ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം, അതിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ആവുമെന്ന് തോന്നുന്നുണ്ടോ? ആരെ ഡിസൈഡ് ചെയ്യണം എന്നുള്ളതിൽ ക്യാപ്റ്റൻസ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക്? കാരണം ശ്രേയസ് അപ്പുറത്ത് പഞ്ചാബിനെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് മാച്ചസ് ആയിട്ട് മോശമാണ്. സ്റ്റിൽ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ടോപ്പിൽ ഇപ്പോൾ IPL കളിക്കുന്നത് പോലെ ഇന്റർനാഷണൽ ഗെയിം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ പിച്ച് ഡിഫറെൻ്റ് ആവും. ഐ തിങ്ക് ഇപ്പോൾ ഇംഗ്ലണ്ട് ടൂറും അതിൻ്റെ ഒരു അയർലൻഡ് ടൂറും നോക്കിയിട്ടാണ് അടുത്ത ഡിസിഷൻ ഇരിക്കും. ഗംഭീർ എന്തായാലും എൻ്റെ ഒരു കാൺസെപ്റ്റ് ഇപ്പം സഞ്ജു ഗംഭീറിൻ്റെ ഒരു കോൺസെപ്റ്റ് സഞ്ജു. അതെ, ഇനിയിപ്പോൾ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ടീമുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് GT കയറി ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. വിചാരിച്ചിരുന്നു GT ഒരു പൊസിഷനിൽ എത്തുന്നു പെട്ടെന്ന്? GT നല്ല ടീമായിരുന്നു. ഹർദിക് പാണ്ഡ്യ ഇരുന്നപ്പോഴും അവർ നല്ലൊരു ഗെയിമാണ്, അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പം സുമൻ ഗിൽ, ആക്ച്വലി സുമൻ ഗിൽ 3 ഫോർമാറ്റിലും നല്ല ഒരു പ്ലെയറാണ് സുമൻ ഗിൽ. അത് ബേസ് നോക്കിയപ്പം അവർ നല്ല ടീമാണ്. അവരുടെ ബൗളിംഗ് സെറ്റപ്പും അടിപൊളി, നല്ല സെറ്റപ്പ്. സൗത്ത് ആഫ്രിക്ക ബോളേഴ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് RCB ആണ്. കാരണം അവർക്ക് കഴിഞ്ഞ വർഷത്തെ കപ്പ് റിട്ടേൺ ചെയ്യാൻ കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അവരും ഫസ്റ്റ് ഫോറിലുണ്ട്. അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട്? വിചാരിച്ചില്ല അവർ ജയിക്ക്. അതെങ്ങനെ പറയാം, ഈ അതിശയം നടക്കുന്നത് അങ്ങനെയാണ്. RCBയുടെ എനിക്ക് RCB വലിയ ഇഷ്ടമില്ലായിരുന്നു. ബട്ട് ജയിച്ച് അവര് വുമൻസ് കപ്പ് ജയിച്ച്, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ജയിച്ച്. പിന്നെ RCB ഫാൻസിന് ഇപ്പം പിടിക്കാൻ പറ്റും. അത് ഓക്കെ. ബട്ട് ഇപ്പം ഈ ഗെയിം നോക്കിയപ്പം അവിടുത്തെ എനിക്ക് ബെസ്റ്റായിട്ട് പറയണത് എല്ലാവരും വിരാത്തിനെ പറയും. ബട്ട് വിരാത്ത് ഗെയിമിൽ ഉണ്ടെങ്കിലും ക്യാപ്റ്റൻസി അതാണ് ഈ കപ്പടിക്കാൻ മെയിൻ. രഞ്ജിത്ത് പട്ടിദറിന്റെ നല്ലതാണ്. പിന്നെ വരുന്നതിൽ ഇപ്പോൾ SRH ഉണ്ട്. SRH നമുക്ക് ഓൾറെഡി ലൈക്ക് നല്ല ടീമാണ്. അവരുടെ ഓൺ പേപ്പർ അത് ഫസ്റ്റ് മാച്ചസ് തൊട്ട് നമുക്കറിയാം നല്ല ടീമാണ്, പെർഫോമൻസ് ഉണ്ട്. SRHനെ കുറിച്ച് എന്തായിരുന്നു ഒരു? SRH നമുക്ക് പറയാനായിട്ട് അതും സെയിം തന്നെ. അതിൽ നഡ്ഡു ഉണ്ടായിരുന്നു, നട്രാജ് ബൗളിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ല. അങ്ങനെ എനിക്കത് ഒരു ടീം, എനിക്കൊരു ഫേവറേറ്റ് ടീമായിരുന്നു. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻസ് ഒക്കെ അവിടെയാണ് ഓപ്പണിങ്സ് അടിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞാണ് ഇപ്പം രാജസ്ഥാൻ റോയൽസിൽ സൂര്യവംശി ഇവരൊക്കെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് കൊടുത്തത് HRS ആണ്. അവരുടെ ഒരു ഓപ്പണിംഗ് ബാറ്റിംഗ് സ്റ്റൈൽ അവരുടെ ഒരു ഇപ്പം കൂടെ ഇഷാൻ കിഷാൻ നല്ല ഒരു ക്യാപ്റ്റൻസിയാണ് ചെയ്തിട്ട്. എനിക്ക് അവരും വരും, പ്ലേ ഓഫിൽ അവരുണ്ട്, വരും ഉറപ്പായിട്ടും. ഒരു നല്ല ഒരു ഗെയിമായിരിക്കും ഈ 2026. ബട്ട് ഐ ലൈക്ക് നമ്മുടെ ഇളയ തലപതി വിജയ് ജയിച്ചതുപോലെ കപ്പ് കിട്ടണമെന്ന് ചെന്നൈക്ക്. ഓക്കെ, കപ്പ് കിട്ടുകയാണെങ്കിൽ ഫൈനൽ മാച്ച് ആരോടൊപ്പം വേണം? RCB മതിയോ? RCB കിട്ടിയ നല്ല ഹാപ്പിയാണ്. പക്ഷേ എനിക്ക് SRH തന്നെ വേണം. SRH ബിക്കോസ് ഹൈദരാബാദ് ആൻഡ് ചെന്നൈ നല്ല ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. ആ ഒരു സൗത്ത് കോമ്പറ്റീഷനിൽ ആൾറെഡി അവിടെ ഹൈദരാബാദ് ചെന്നൈയുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ലൈക്ക് മുംബൈ ചെന്നൈ
ചെന്നൈ, ബാംഗ്ലൂർ പോലെ ഹൈദരാബാദ് ഉണ്ട്. അത് കൂടെ കിട്ടിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കുറച്ച് തമിഴ് ആൾക്കാർ അവിടെ ഇരിക്കുന്ന തമിഴ് പൊളിറ്റീഷ്യൻ ആയിരിക്കും. ഇത് ആക്ച്വലി സൺറൈസ് ഹൈദരാബാദ് ഒരു തമിഴിന്റെ ഒരു ചാനലാണ്. അപ്പൊ അതിന്റെ ഒരു കോമ്പറ്റീഷൻ അടിപൊളിയായിട്ടുണ്ട്. ഇത് മറ്റേ ഇന്ത്യയുടെ മാരന്റെ കലാനിധി കലാനിധിമാരന്റെ അതൊരു CSK ലൈക്ക് ഇപ്പോൾ ധോണിയുടെ ആ വിസിലും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ഈ ടൈം നല്ലൊരു ഇതായിരിക്കും. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ ഒരു ആഗ്രഹം SRH വിത്ത് CSK ആയിരുന്ന ഇന്നും പൊളിക്കും. ഹലോ, എന്താ പേര്? സഞ്ജയ്. IPL ഫാനല്ലേ? ഏത് ടീമിന്റെ ഫാനാ? RCB. സന്തോഷം കാണാനുണ്ട്. ഇത്തവണ കപ്പ് എടുക്കാനാണ് ചാൻസ് ഉണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ റിട്ടൈൻ ചെയ്യാനുള്ള പരിപാടിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. പ്രതീക്ഷിച്ചിരുന്നോ ലൈക്ക് ഈ ഒരു പെർഫോമൻസിൽ നിൽക്കാൻ പറ്റുന്നു? ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു മാച്ച് ജയിച്ച കാരണം കുറച്ച് കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ചാൻസസ് 3 മാച്ചും കൂടി ഉണ്ട്. അതിൽ ഒരെണ്ണം ജയിച്ചാലും മതി എന്നാണ് ക്വാളിഫൈ ആവാൻ. നമ്പർ വൈസ് അങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ. ഇപ്പോൾ ടോപ്പ് 1 2 പൊസിഷനിൽ കിട്ടും. GT 1 പൊസിഷനിൽ വരുന്ന എന്തെങ്കിലും വിചാരിച്ചിരുന്നോ? ഇന്നലത്തെ ബോളിംഗ് കണ്ടിട്ട് തുടക്കത്തെ 2-3 വിക്കറ്റ് ഇടുമ്പോൾ തോന്നി ചാൻസസ് ഉണ്ട്. എന്നാലും ഇത്ര പെട്ടെന്ന് കളി തീർക്കാന്ന് ഞാൻ ആലോചിച്ചില്ല. ഇല്ല, ശരിയാ. പിന്നെ ഉണ്ടായിരുന്നതിൽ റൈവൽസ് ആയിട്ട് ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ RR ഉണ്ടായിരുന്നു, പഞ്ചാബ് ഉണ്ടായിരുന്നു, DC ഉണ്ടായിരുന്നു. ഇവരുടെ 3 പേരും പെർഫോമൻസ് ഒരു ഡൗൺ ആയ ഒരു വിഷയമുണ്ട് ഇപ്പോൾ. അത് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? അതോ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാവുന്നോ വിചാരിച്ചത്? അത് ഫസ്റ്റ് ഹാഫിൽ എല്ലാവർക്കും ഇതായിരിക്കൂലേ, അത് എന്താ പറയാ, ഒരു ഫ്രഷ് ആയിരിക്കും. എല്ലാവരും ഒരു ഇതിലായിട്ടാണ് തന്നെ. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്ക് എല്ലാ പ്ലെയറിൻ്റെ ഒരു ഇതുണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവരുടെയും ഉണ്ടാവും. അത് കാരണം അങ്ങനെ പെർഫോമൻസ് പറയാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെ, പക്ഷെ പഞ്ചാബിനോട് ഇതാലോചിച്ചില്ല, 4 മാച്ച് അടുപ്പിച്ച് തോൽക്കാനുള്ളത്. ശരിയാ. ഇപ്പോൾ ക്യാപ്റ്റൻസി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് രാജ്യത്ത് കുറച്ച് ടൈമായിട്ടുണ്ട്. സ്റ്റിൽ രാജ്യത്തിന് ചില ക്രിറ്റിസിസം വന്നിരുന്നു. ലൈക്ക് ഇടയിൽ അവർ 2 മാച്ച് അടുപ്പിച്ച്. അതെല്ലാ ക്യാപ്റ്റനും ഉണ്ടാവും. അതെ, എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടാവും. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നില്ല. കോൺസ്റ്റന്റ് കമ്പാരിസൺ എപ്പോഴും കോഹ്ലിയുടെ അടുത്തേക്കായിരുന്നു. ലൈക്ക് അത് നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് മോശം കാര്യമല്ലേ? ശരി, നല്ല കാര്യമാണോ? ആണോ? ഒരു ലെവൽ ആർക്കെങ്കിലും വേണമല്ലോ ഒരു ലെവൽ എത്താൻ വേണ്ടിയിട്ട്. കോഹ്ലി ഒരു ലെവലിലാണ്, ആ ലെവലിൽ എല്ലാവരും എത്താവുന്ന ആലോചനയിൽ ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് അതൊരു നല്ല കാര്യമാണ്. ശരിയാ. ഇനിയിപ്പോൾ ഫൈനൽസിലേക്ക് വരുന്ന സമയത്ത് RCB ഫൈനൽസിൽ കയറുമ്പോൾ ഓപ്പണൻ്റ് ആരാവണമെന്ന് ആഗ്രഹം? ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട് റിവെഞ്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദിന്റെ അതെ, ഹൈദരാബാദിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഇപ്പോൾ? നന്നായിട്ട് പോകുന്നുണ്ട്. ബാറ്റിങ്ങിൽ കുറച്ച് വീക്കാണ് എന്നുവെച്ചാൽ പ്ലേയേഴ്സ് വന്ന അപ്പം തന്നെ അടിച്ച് ഇടാനുള്ളതാണ് പ്ലാൻ. ഇവര് എന്താ പറയാ, പിടിച്ച് നിൽക്കാനുള്ള ഇതില്ല, ആങ്കർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചില്ല. അടി ഹിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഓറഞ്ച് ക്യാപ്പിന്റെ കാര്യം കോഹ്ലി ആ ഒരു റേസിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ തോന്നുന്നുണ്ടോ തിരിച്ചങ്ങോട്ട്? 3 മാച്ചിൽ ചിലപ്പോൾ സാധിക്കും. കോഹ്ലിയാണ്, ചിലപ്പോൾ സാധിക്കും. അതെ, അല്ല, ആ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ മറ്റുള്ളവരുടെ ഒരു പെർഫോമൻസ് വൈസ് ഓറഞ്ച് ക്യാപ്പ് അത്ര ഉറപ്പില്ല, എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ട്. ഈ സീസണിൽ ആരെങ്കിലും ലൈക്ക് നമ്മൾ വിചാരിക്കാത്ത ഒരു പെർഫോമറായിട്ട് ബാറ്റ്സ്മാനോ ബോളറോ അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ മാച്ചസിൽ? ലൈക്ക് RCB ആവണമെന്നില്ല, ഇനി അതർ ടീം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? CSKന്റെ കുറച്ച് ബോളേഴ്സ് പുതുതായിട്ടുള്ളത്. അഖിൽ ഉണ്ടായിരുന്നു, നൂർ ഉണ്ടായിരുന്നു. അവർ ഒബ്വിയസ്ലി ഒരു പെർഫോമൻസ് മോശമായിരുന്നു തുടക്കത്തിലൊക്കെ. അഖിൽ ഉണ്ടായിരുന്നില്ല, കുറച്ച് നന്നായിട്ട് തന്നെ. പിന്നെ ഹൈദരാബാദിന്റെ 2 പുതിയ ബോളേഴ്സ് ഉണ്ടായിരുന്നു, ഫാസ്റ്റ് പേസേഴ്സ് 2 പേരും വന്നത്. അത് നല്ല ബോളിംഗ്. ശരിയാ. ബാറ്റിംഗ് സൈഡിൽ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? ബാറ്റിംഗ് സൈഡിൽ ഇല്ല, എല്ലാവരും ഒരു വിചാരിച്ച പെർഫോമൻസ് ഒക്കെ തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ RCBയിലാണെന്ന് തന്നെ ഫേവറേറ്റ് പ്ലെയർ ആരാ? RCBയിൽ ഫേവറേറ്റ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിദാർ തന്നെയാണ്. ഓക്കെ, താങ്ക്സ്. സോറി, കോഹ്ലി അല്ലെങ്കിലുണ്ട്. അല്ല, ഞാനതുകൊണ്ട് ചോദിക്കാതെ ലൈക്ക് കോഹ്ലി എന്നൊക്കെ ഒരു ഒബ്വിയസ് ചോയ്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ വേറെ ആരെങ്കിലും ഒരു പാട്ടിദാർ തന്നെയാണ്. പാട്ടിദാർ നല്ല ഇതിലാണ്. അപ്പൊ RCB ആണ് ഇത്തവണ പിന്നെയും കപ്പെടുക്കാൻ പോകുന്നത്. ആസ് എ ഫാൻ അതിന്റെ എൻജോയ് ചെയ്യാനുള്ള റെഡി ആയിട്ട് നിൽക്കുകയാണ്. താങ്ക്സ് ബ്രോ. എന്താ പേര്? സൂരജ്. IPL ഫാനാണോ? അതെ. ഏത് ടീമിന്റെ ഫാനാ? CSK. CSKയുടെ ഫാനാണ്. അപ്പൊ സഞ്ജുവിന്റെ ഫാനാണോ ആദ്യം?
ധോണിയുടെ ഫാനാണ്, ഇപ്പോൾ സഞ്ജുവിൻ്റെ ഫാൻ. ധോണിയുടെ ഫാനായിട്ട് വന്ന് സഞ്ജുവിൻ്റെ ഫാനായത്. ഓക്കെ, ചെന്നൈക്ക് ചാൻസ് ഉണ്ടോ ഫസ്റ്റ് 4 കയറാനായിട്ട്? നമുക്ക് ഇപ്പോൾ തൽക്കാലത്തെ പോയിന്റ് ടേബിൾ വെച്ച് 5th പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നന്നായി കളിക്കാനും ചാൻസ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിലെ അടുത്ത് വരുന്ന എല്ലാ മാച്ചും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് പൊസിഷനാണ്. 3 മാച്ച് ഉണ്ട് മൊത്തം. 2 മാച്ച് ജയിച്ചാൽ പോയിന്റ് ടേബിളിൽ കയറാം. പക്ഷെ അത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, മറ്റുള്ള ടീംസിന്റെ പെർഫോമൻസ്. പക്ഷെ ഇപ്പോൾ ചെന്നൈ കുഴപ്പമില്ലാണ്ട് കളിച്ച് വരുന്നുണ്ടല്ലോ, ഫസ്റ്റത്തെ പോലെ അല്ലേ. അതെ, ഇപ്പോൾ കഴിച്ച കളിയെല്ലാം ജയിക്കുന്നുണ്ടല്ലോ, ഉണ്ട്, ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് 4 ടീംസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ RCB ഉണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ കപ്പ് റിട്ടേൺ ചെയ്യാനായിട്ട് അവർ നിൽക്കുന്നത്. അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അവൻ്റെ എഴുത്തള്ളാൻ പറ്റില്ല. അവരെന്തായാലും പ്രാവശ്യം കപ്പ് അടിക്കാൻ. പെട്ടെന്ന് കയറിയതാണ് ഈ GT. കാരണം ലൈക്ക് ഒബ്വിയസ്ലി നല്ല ടീമാണ്, പക്ഷേ റഡാറിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല പലരും. അങ്ങനെ കയറിയതാ, അത് തോന്നിയിട്ടുണ്ടോ അങ്ങനെ GT പെട്ടെന്ന് കയറി പോയൊന്ന്? തുടക്കത്തിൽ ഒരു ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ ജേസൺ ഹോൾഡർ വന്നുകൊണ്ട് കുറച്ചുകൂടി പെർഫോമൻസ് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ 2 പേര് മുന്നേ തൊട്ടേ ടേബിൾ ഉണ്ടായിരുന്നു. ഒന്ന് പഞ്ചാബ് ഉണ്ടായിരുന്നു. പഞ്ചാബ് കുറച്ച് ഡൗൺ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. DC എൻറ്റയർലി അടിയിലേക്കാണ് പോയിട്ടുള്ളത്. ഈ പെർഫോമൻസ് പ്രതീക്ഷിച്ചിരുന്നു DC? ഇപ്പോൾ ഇല്ല, DCനെ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. RRന്റെ കാര്യം, RR തുടക്കത്തിൽ വൈവൊക്കെ അടിച്ചു വന്നു, അവരും ചോട്ടിലോട്ട് പോകും. അതെ, പിന്നീട് പഞ്ചാബിൻ്റെ കാര്യമാണ് കുറച്ചും കൂടി ഡൗട്ട്. അവരും തുടക്കത്തിൽ നന്നായി കളിച്ചു, ഇപ്പോൾ ഒരു പെർഫോമൻസ് ഒക്കെ ഡൗൺ ആയി തുടങ്ങി. SRH എങ്ങനെയുണ്ട്? അവരും മിക്സ്ഡ് ആണ്. ഒരു കളി ജയിക്കും, പറയാൻ പറ്റില്ല. കുറച്ചും കൂടി പറയുന്നത് RCB കുഴപ്പമില്ലാണ്ട്, ചെന്നൈയും കുഴപ്പമില്ലാണ്ട് വരുന്നില്ല. അതെ, ഇപ്പോൾ ചെന്നൈ ഇനി ഫൈനലിൽ വരികയാണെങ്കിൽ, ഒബ്വിയസ്ലി വരികയാണെന്നുണ്ടെങ്കിൽ ഏത് ടീമിൻ്റെ ഒപ്പം ഫൈനൽ വേണമെന്നാണ് ഒരാഗ്രഹം? RCB ഉറപ്പാണ്. എന്തായാലും മുംബൈ ഇല്ലല്ലോ. മുംബൈനെ കുറിച്ച് ചോദിക്കാത്തത്, പിന്നെ അവർ പിന്നെ പോയല്ലോ. പിക്ചറിലേ ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് ചോദിക്കണത് തെറ്റല്ലേ? മുംബൈക്ക് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതെ, എന്തായിരിക്കും ലൈക്ക് ഒരു കാരണം? തോറ്റത് ഒബ്വിയസ്ലി അതാണ്, അല്ല ടീമിൻ്റെ ഒരു പെർഫോമൻസ് ഇത്ര? ടീം ഒരു ഐക്യമില്ല, അവർ തമ്മിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള. മെയിനായിട്ട് ഹാർദിക്കിൻ്റെ പ്രശ്നമായിരിക്കും. ഇവിടുത്തെ ടീമിനെ കൊണ്ടു നടക്കാൻ അവർക്ക്. ഹാർദിക്കിന് എല്ലാവരും നേരത്തെ അതേ ടീമത്തിന് കളിച്ചില്ല, അവർ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കണ്ടാവില്ല ഹാർദിക്ക്, അതായിരിക്കും കാരണം. ഒബ്വിയസ്ലി 3 ക്യാപ്റ്റൻസ് ഉള്ള ഒരു ടീമാണത്. അപ്പോൾ അതിൻ്റെ പ്രഷറും വലിയ പ്രഷറായിരിക്കും. അല്ല, മറ്റുള്ള പ്ലേയേഴ്സ് ഹാർദിക്കിന് അധികം വാല്യൂ കൊടുക്കുന്നുണ്ടല്ലോ ക്യാപ്റ്റൻസി. കാരണം GTയിൽ ഓൾറെഡി കപ്പ് അടിച്ച് കൊടുത്താണ്, ഫൈനലിൽ കളിപ്പിച്ചാണ്. ഇവിടെ വരുമ്പോൾ ഒരു ഈക്വലായിട്ടുള്ള ആൾക്കാരാണ്, അവരിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ഹാർദിക്കിന് കിട്ടുന്നുണ്ടാവില്ല. അറിയാം, നാളെ അടുത്ത വർഷം ക്യാപ്റ്റൻ എന്തായാലും മാറിയല്ലോ, സൂര്യകുമാറില്ല. ഇപ്പോൾ T20 ഫോമാറ്റിൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് 3 പൊസിഷൻസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ടീമിലേക്ക് നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിൽ GTയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ശുഭ്മൻ ഉണ്ട്. ശുഭ്മൻ ഇപ്പോൾ ക്യാപ്റ്റൻസി എല്ലാത്തിലും നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് പഞ്ചാബിൻ്റെ കാര്യം നോക്കിയാൽ ശ്രേയസ് ഉണ്ട്. പിന്നെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പോലും രാഹുൽ ഉണ്ട്. പിന്നെ സഞ്ജു ഉണ്ട്. ഇതിൽ ആർക്കായിരിക്കും കുറച്ചുകൂടി ചാൻസ് തോന്നുന്നത്? ക്യാപ്റ്റനായിട്ടോ? ടീമിൽ എന്തായാലും കയറുമോ? ക്യാപ്റ്റൻസിയോ? ക്യാപ്റ്റൻ ശ്രേയസാണ് ചാൻസ്. പിന്നെ ഫസ്റ്റും സെക്കൻഡും സഞ്ജു അഭിഷേക്. കഴിഞ്ഞ വർഷം കപ്പടിച്ച അതേ ടീം അവരാണ് കറക്റ്റ്. അതുകൊണ്ടാണ് കപ്പടിച്ച്. ഒരാൾ നന്നായി കളിക്കും എന്തായാലും. അതെ, ഫസ്റ്റ് പവർ പ്ലേ നല്ല റൺ അടിക്കും. അപ്പോൾ ഗില്ല് അതേപോലെ അടിച്ച് കിട്ടുന്നില്ല. സ്റ്റേബിളായി നിൽക്കും ചില കളിയിൽ, പക്ഷേ ഫസ്റ്റ് നമുക്ക് പവർ പ്ലേയിൽ ഗെയിമിൽ പറഞ്ഞ പോലെ നല്ല റൺ എന്തായാലും. ശരി, ഇപ്പോൾ സഞ്ജു ഫാനാണെന്ന് പറഞ്ഞു. അപ്പോൾ RRന്റെ ഒരു ചായ ഉണ്ടായിരുന്നു? സഞ്ജു ഫാൻ അല്ലേ? അത് ശരി. CSK ഇല്ലെങ്കിൽ RR ആയിരുന്നു. ഇപ്പോൾ ആളോടെ വന്നപ്പോൾ ഫുള്ള് CSK സെക്കൻഡ് ടീമിൽ. താങ്ക്സ്.